ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല. പക്ഷേ പലർക്കും തെറ്റുപറ്റുന്നത് ചില ചെറിയ കാര്യങ്ങൾ മറന്നുപോകുന്നിടത്താണ്. ചില കാര്യങ്ങൾ അറിയാതെ നമ്മൾ മുമ്പോട്ട് പോയാൽ ഈ വിജയം നമുക്ക് നേടാൻ കഴിഞ്ഞെന്ന് വരില്ല. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ മറക്കാൻ പാടില്ലാത്ത 4 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ്, ബി റെഡി. അതായത് ഒരവസരം വരുമ്പോൾ നമ്മൾ റെഡി ആയിട്ടിരിക്കുക. നമ്മൾ പലപ്പോഴും പറയും ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല, അവസരങ്ങൾ കിട്ടുന്നില്ല, എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അങ്ങനെയല്ല, നമുക്കറിയില്ല ഏത് സമയത്താണ് അവസരം വരുന്നതെന്ന്. അപ്പോൾ ആ സമയത്തിന് വേണ്ടി ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഗ്രാബ് ചെയ്യാൻ വേണ്ടി, ആ ഒരു ഓപ്പർച്യൂണിറ്റി സ്വന്തമാക്കാൻ വേണ്ടി നമ്മൾ റെഡി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചും പ്രാക്ടീസ് ചെയ്തും പ്രിപ്പയർ ആയിട്ടിരിക്കുക. ഒരാളൊരു കാര്യം ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എടുത്തു കാണിക്കാൻ ഒരു പ്രൂഫ് എന്തെങ്കിലും ഉണ്ടാവണം. ഇത് ഞാൻ ചെയ്ത വർക്കുകളാണ്, ഇതാണ് എൻ്റെ എബിലിറ്റീസ്, ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്, ഇതാണ് എൻ്റെ സ്കിൽസ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഈ സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് റെഡി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പായ്ക്കപ്പൽ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ പായ്ക്കപ്പൽ പണിത് അതിൻ്റെ പായ്കളെല്ലാം വലിച്ചു കെട്ടി കടലിൽ ഇറക്കിയിരിക്കണം. എങ്കിൽ മാത്രമാണ് കാറ്റ് വരുമ്പോൾ ആ കാറ്റിനനുസരിച്ച് ഇത് നീങ്ങാൻ കഴിയുള്ളൂ. ഈ കാറ്റ് എന്ന് പറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ ഇത്രയും ജോലി നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കണം. എങ്കിൽ മാത്രമാണ് ഈ കാറ്റ് വരുമ്പോൾ ഈ പായ്ക്കപ്പലിന് മുമ്പോട്ട് യാത്ര ചെയ്യാൻ കഴിയൂ. ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം, ബി റെഡി. രണ്ടാമത്തെ കാര്യം, എൻജോയ് ദ പ്രോസസ്സ്. നമ്മളൊക്കെ പലപ്പോഴും ഗോൾസ് സെറ്റ് ചെയ്യും, ലക്ഷ്യങ്ങൾ വയ്ക്കും. പക്ഷേ ആ ലക്ഷ്യങ്ങൾ കിട്ടുമ്പോഴോ, ഗോൾസ് അറ്റൈൻ ചെയ്യുമ്പോഴോ, ടാർഗറ്റുകൾ എത്തുമ്പോഴോ മാത്രമായിട്ട് നമ്മൾ സന്തോഷിക്കാനിരിക്കരുത്, നമ്മൾ ആസ്വദിക്കാനിരിക്കരുത്. നമ്മൾ നടത്തുന്ന പ്രോസസ്സ്, നമ്മൾ നടത്തുന്ന ഹാർഡ് വർക്ക്, നമ്മൾ ഓരോ ദിവസവും അതിനുവേണ്ടി അധ്വാനിക്കുന്നത് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. കാരണം ആ ഒരു എൻഡ് മൊമെൻറ്റിനേക്കാൾ നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ആ പ്രോസസ്സിലാണ്, നമ്മൾ അതിനുവേണ്ടി അധ്വാനിക്കുന്നിടത്താണ്. ഇവിടെയാണ് ശരിക്കും നമ്മുടെ പാഷൻ വർക്കാവുന്നത്. ഇതിൻ്റെ റിസൾട്ടിൽ കിട്ടുന്ന ഒരു സന്തോഷവും മാത്രമല്ല നമ്മുടെ പാഷൻ എന്ന് പറയുന്നത്. ഈ ജോലി ചെയ്യുന്ന ഓരോ നിമിഷവും നമ്മുടെ പാഷനാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മുടെ ഫോക്കസ് ടാർഗറ്റിലേക്ക് മാറ്റി വെക്കാറുണ്ട്. അങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ പാഷൻ നമ്മൾ പോലും അറിയാതെ കുറഞ്ഞു പോകാൻ തുടങ്ങും. നമ്മൾ ചെയ്യുന്ന കാര്യത്തോട് നമുക്കൊരു മടുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങും. ഈ പാഷൻ എലൈവായിട്ട് നിർത്തണമെങ്കിൽ, നമുക്ക് ആ ജോലിയോടുള്ള ഒരു തീക്ഷ്ണത, ഒരു സ്നേഹം ജീവനോടെ നിർത്തണമെങ്കിൽ നമ്മൾ ആ പ്രോസസ്സിനെ, ചെയ്യുന്ന സമയത്തെ സ്നേഹിക്കാൻ പഠിക്കണം. അതായത് ഒരു ഓട്ട മത്സരത്തിൽ അവസാനം എത്തുന്ന ഒരു നിമിഷത്തിലാണ് നമുക്ക് ആ ഒരു സന്തോഷം, ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുന്നത്. പക്ഷേ അതിനു മുമ്പ് വെക്കുന്ന ഓരോ കാലടിയും, ആ ഓട്ടത്തിലുള്ള ഓരോ സ്റ്റെപ്പും ഇമ്പോർട്ടൻ്റ് ആണ്. ആ പ്രോസസ്സും ഇതിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ, ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് നടക്കുന്നത് പ്രസൻറ്റിലാണ്. നമുക്കറിയാം നമ്മൾ ജീവിക്കുന്നത് പ്രസൻറ്റിലാണ്. നമ്മൾ പറയും ഇന്നിൽ ജീവിക്കാൻ പഠിക്കണം, ഈ നിമിഷത്തിൽ ജീവിക്കാൻ പഠിക്കണമൊക്കെ. പക്ഷേ അങ്ങനെ ഒരു എബിലിറ്റി നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആ പ്രോസസ്സിനെ സ്നേഹിക്കാൻ പഠിക്കണം. പ്രോസസ്സിനെ സ്നേഹിക്കാൻ പഠിച്ചില്ലെങ്കിൽ കൂടുതൽ സമയവും നമ്മൾ ഡള്ളായിട്ടിരിക്കും, നമ്മൾ ബോർഡായിട്ടിരിക്കും, നമുക്ക് ജീവിതം എൻജോയ് ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തെ കാര്യം, ലേൺ, നെവർ സ്റ്റോപ്പ് ലേണിംഗ്. പഠിക്കുക, അറിവ് നേടുക, അനുഭവങ്ങൾ സ്വന്തമാക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിന് നമുക്ക് പല മെത്തേഡ്സ് ഉപയോഗിക്കാം. പുസ്തകങ്ങൾ വായിക്കാം, റീഡിങ്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് കാണാം, അല്ലെങ്കിൽ ടോക്കുകൾ കേൾക്കാം, അല്ലെങ്കിൽ ക്ലാസ്സുകൾ കൂടാം. ഒരു ദിവസം പോലും നമ്മുടെ ലേണിംഗ് നമ്മൾ നിർത്തരുത്. ഓരോ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്തിരിക്കണം. പുസ്തകങ്ങളാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. വാരൻ ബഫറ്റിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. വാരൻ ബഫറ്റ് തൻ്റെ 60% സമയം സ്പെൻഡ് ചെയ്യുന്നതും റീഡിങ്ങിലാണ്. അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റും കൊടുക്കുന്നത് അദ്ദേഹം വായിച്ച പുസ്തകങ്ങൾക്കാണ്. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം നമ്മുടെ മനസ്സ് ഡെവലപ്പ് ചെയ്യാൻ, നമ്മുടെ ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാൻ, നമ്മുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ഈ റീഡിങ് നമ്മളെ സഹായിക്കും. നമ്മുടെ കാഴ്ചപ്പാടുകളെ കുറെ കൂടി വിശാലമാക്കും, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സഹായിക്കും. കാരണം മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്കില്ല്, ഏറ്റവും ബെസ്റ്റ് സ്കില്ല് എന്ന് പറയുന്നതാണ് ലേണിംഗ്. വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക, കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഇനി നാലാമത്തെ പോയിൻ്റാണ് എമ്പതി. എമ്പതി എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക എന്നുള്ളത്. നമ്മൾ ഒറ്റയ്ക്കല്ല, നമുക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യവും നേടാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നിലത്ത് നിൽക്കാൻ പഠിക്കണം, നമ്മൾ ഹമ്പിൾ ആവാൻ പഠിക്കണം. നമ്മുടെ ചുറ്റുമുള്ളവർക്ക് സ്വപ്നങ്ങളുണ്ട്, അവർക്ക് ആഗ്രഹങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും ടെൻഷൻസുമുണ്ട്. ഇവരെയൊക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. എമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ കണ്ണിലൂടെ അവരുടെ പ്രശ്നത്തെ കാണുന്നതാണ്, അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുന്നതാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, പറയുമ്പോൾ മറ്റൊരാൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും, ഇതുകൂടി നമ്മൾ പരിഗണിക്കണം. കാരണം നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും വിലപ്പെട്ടതുപോലെ തന്നെ അവർക്ക് അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും വിലപ്പെട്ടത് തന്നെയാണ്. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുന്നത് പോലെയും നമ്മെ ടെൻഷൻ അടിപ്പിക്കുന്നത് പോലെയും തന്നെ സീരിയസ് ആണ് അവരെ സംബന്ധിച്ച് അവരുടെ പ്രശ്നങ്ങളും. ഓരോരുത്തരും കടന്നു പോകുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെയാണ്. അതുകൊണ്ട്
മറ്റുള്ളവരുടെ കണ്ണിലൂടെ മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം നമുക്കൊരിക്കലും ഒറ്റയ്ക്ക് ഒരു കാര്യവും ഒരു സ്വപ്നവും നേടിയെടുക്കാൻ പറ്റില്ല. എന്തെങ്കിലും നമ്മൾ ജീവിതത്തിൽ നേടുന്നുണ്ടെങ്കിൽ അതിനൊപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഒരുപാട് പേര് സ്വാർത്ഥരാകാതെ നമ്മുടെ കൂടെ നിന്നിട്ടുള്ളത് കൊണ്ടാണ്, നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്, ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. സ്വപ്നമുള്ളവരെ ചേർത്ത് നിർത്തുക, ഹമ്പിളായിട്ട് നിന്ന് എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പഠിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ ജഡ്ജ് ചെയ്ത് നിർത്തിയിട്ട് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, കൂടെയുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ കണ്ടുമുട്ടുന്നവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, പോരായ്മകളുണ്ട്. ഇതെല്ലാം ചേർത്ത് നിർത്തി നമ്മൾ മുമ്പോട്ട് പോകാൻ പഠിക്കുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ വിജയിക്കുന്നത്. ഒരിക്കൽ കൂടി 4 കാര്യങ്ങൾ പറയുകയാണ്. 1, ബി റെഡി, ബി പ്രിപ്പയർഡ്. 2ാമത്തെ കാര്യം, എൻജോയ് ദ പ്രോസസ്, നോട്ട് ജസ്റ്റ് ദ ടാർഗറ്റ്. 3ാമത്തെ കാര്യം, കണ്ടിന്യൂ ലേണിംഗ്, നെവർ സ്റ്റോപ്പ് ലേണിംഗ്. 4ാമത്തെ കാര്യം, സ്റ്റേ ടുഗദർ, ലേൺ എംപതി. ഈ 4 കാര്യങ്ങൾ നമ്മൾ പരിശീലിച്ചാൽ നമ്മൾ ഉറപ്പായിട്ടും ജീവിതത്തിൽ വിജയിക്കും. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇൻസ്പയറിംഗ് ഫ്രീ.